ഇന്നത്തെ വീഡിയോ ഒരു സീലിംഗ് ഫാൻ ഫിറ്റ് ചെയ്യുന്നതാണ്. സീലിംഗ് ഫാൻ നമുക്ക് തന്നെ സ്വന്തമായിട്ട് ഫിറ്റ് ചെയ്യാം. ശ്രദ്ധിക്കാതെ വരുമ്പോഴുള്ള കുഴപ്പമേ ഉള്ളൂ. അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ അത് ഫിറ്റ് ചെയ്യാവുന്നതാണ്. ചൂടൊക്കെ ക്രമാതീതമായി വർദ്ധിച്ചതുകൊണ്ട് ഫാൻ ഇല്ലാത്ത ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. സംഭവം വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ ചൂട് കാലത്ത് അതിശക്തമായ ചൂടാണ്. ഫാൻ ഇട്ടാലും ഒരു തരം ചൂടുള്ള കാറ്റ് തന്നെയാണ്. ചെറിയൊരു ആശ്വാസം രാത്രി ഉറങ്ങുന്ന സമയത്ത്. അപ്പൊ ഇതിന്റെ ലീഫ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കട്ടിങ് ഉള്ള ഭാഗം അത് അടിയിലേക്ക് അയക്കിയിട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൽ നമുക്ക് കാര്യമായിട്ട് ശ്രദ്ധിക്കാനുള്ളത്. ഇതിന്റെ ഇവിടെ ചെറിയൊരു വാഷർ ഉണ്ട്. അത് നമ്മൾ ഇതിന്റെ രണ്ടിന്റെ ഇടയിലാണ് വെച്ച് കൊടുക്കേണ്ടത്. സ്ക്രൂ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒരേപോലെ ടൈറ്റ് ആയാലും ഇല്ലെങ്കിൽ അതിന്റെ അലൈൻമെന്റിലെ വിഷയം. അപ്പോൾ ഫാന് കറങ്ങുന്ന സമയത്ത് കട 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 ശബ്ദം ഉണ്ടാകും. അതുപോലെ തന്നെ റണ്ണിങ്ങിൽ ഇങ്ങനെ ആടി ഒലയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പൊ നമുക്ക് അതിന്റെ കറണ്ട് കണക്ഷൻ കൊടുക്കാനുള്ള കാര്യങ്ങൾ സെറ്റ് ചെയ്യാം. അതിന് നമുക്ക് ഡൗൺ സ്റ്റിക്കിന് കണക്കാക്കി അതിനേക്കാൾ കുറച്ചുകൂടി വലുപ്പത്തിൽ 2 കഷ്ണം വയർ എടുത്തിട്ടുണ്ട്. ആ വയർ നമുക്ക് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കണം. ഫിറ്റ് ചെയ്യുമ്പോൾ അതിലേക്ക് കറണ്ട് ഇല്ല എന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ ടെസ്റ്ററോ മറ്റോ ഉപയോഗിച്ചിട്ട് വേണം നമ്മൾ ആ പണി ചെയ്യാൻ. അതിന് ശേഷം നമുക്ക് ഫാന് തൂക്കിയിടുന്നതിനുള്ള ആംഗ്ലർ നമുക്കതിൽ നട്ട് ബോൾട്ട് ഉപയോഗിച്ചിട്ട് അതിൽ നന്നായി ടൈറ്റ് ചെയ്യുക. അതിലൊരു സേഫ്റ്റി പിന്നുണ്ട്, അത് ഇടാൻ മറക്കരുത്. നമ്മൾ ലൂസായി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ സേഫ്റ്റി പിന്ന്. അപ്പോൾ നമ്മൾ കണക്ഷനുള്ള വയറുകളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ 2 കപ്പ് അതിൻ്റെ ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും തിരിച്ചിട്ടാണ്, ഫസ്റ്റത്തെ മുകളിലേക്കും രണ്ടാമത്തെ താഴേക്കും തിരിച്ചിട്ടാണ് നമ്മൾ സേഫ്റ്റി സ്റ്റിക്കിൽ ഡൗൺ സ്റ്റിക്കിൽ ഇടേണ്ടത്. അതിന് ശേഷം നമ്മൾ അതിൻ്റെ വോൾസിലൂടെയാണ് നമ്മൾ സേഫ്റ്റി ഡൗൺ സ്റ്റിക്കിൻ്റെ ഉള്ളിലൂടെയാണ് നമ്മൾ വയർ താഴോട്ട് എടുത്തിട്ടുള്ളത്. ആ വയറെടുത്തു. ഇനി അത് നമുക്ക് ഫാന് ആ ഡൗൺ സ്റ്റിക്കിൻ്റെ മുകളിൽ നമുക്ക് നട്ടും ബോൾട്ടും ഉപയോഗിച്ചുകൊണ്ട് നന്നായി ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇവിടെയും ഒരു സേഫ്റ്റി പിന്നുണ്ട്. ആ പിന്ന് നമ്മൾ അതിന് ഇട്ട് കൊടുക്കണം. ഇനി നമുക്കതിന് കണക്ഷൻ കൊടുക്കാം. ഫാനിലേക്ക് കണക്ഷൻ കൊടുക്കുകയാണ്. ഓക്കെ, ഇപ്പൊ കണക്ഷൻ ഏകദേശം സെറ്റായി. ഇനി നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഫാന് കറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ഷെയർ ചെയ്യുക.